ഞാൻ ഈ കാര്യമൊക്കെ പറയണം. ഞാൻ എന്ത് പറഞ്ഞാലും ചേച്ചി വിശ്വസിക്കും. നിങ്ങളെ കാണിച്ച് നല്ലവനാണെന്ന് പറഞ്ഞു. ശരി ശരി, കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല. ഇപ്പൊ തന്നെ ലേറ്റായി. ഞാൻ എംഡിയോടൊപ്പം പുതിയ ഷോറൂമിലേക്ക് പോകും. നീ വണ്ടി എടുത്തുമ്പോ ശ്രദ്ധിച്ചു വരണം. കടയടക്കല്ലേ? ഇന്ത്യയിൽ തന്നെ ഒറ്റൊരു സ്റ്റേറ്റ്. എടാ പ്രിയങ്ക പ്രിയങ്ക പ്രിയങ്ക. ഓ ചാനല് മാറ്റടാ, അവൾ ഇവിടെ തന്നെയല്ലേ ഉള്ളത്. ഉണ്ടായിരിക്കടാ, നീ സംസാരിക്കും മോളെ. നീ മൂട്ടി ഞാനോ പോയി. നമസ്കാരം. ഇതുവരെ വേറെ ആരും തരാത്ത വെള്ളം എന്റെ സുഹൃത്തു സുധി എല്ലാവർക്കും വന്നിരിക്കുകയാണ്. കലക്കം പടവാ. എന്ത് പടവാടാ ഇത്? ഒരാളിഞ്ഞ ഒരു പടം. ഞാൻ റെഡിയാ. എന്താ കൂട്ടാ, ഇവനൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും പോകാനുള്ളതിനും. ഇവനൊക്കെ എവിടുത്തെ ഡയറക്ടറാണ്? വെറും വേസ്റ്റ്. എന്താന്ന് ഇത്? ഇങ്ങോട്ട് വരാൻ. എല്ലാരും നോക്കുന്നുണ്ട്. TV അല്ലടാ കണ്ടോണ്ട്. അതല്ലടാ, അതിനെക്കാട്ടും ഇതായിരുന്നടാ നല്ലത്. അതുകൊണ്ടാ. എടാ അളിയ, ഒരു തവണ എങ്കിലും ചെയ്യടാ. എടാ സുധി, കൽപ്പന ഇവിടെ. തമാശ കാണിക്കല്ലേ കൽപ്പന. അവിടെ എങ്ങനെ പോയി കിടന്ന് ഉറങ്ങ്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മൂക്കറ്റം കുടിച്ചിട്ട് പറഞ്ഞോട്ട്. ഞാൻ നിന്നെ ആ ഒരു കണ്ണുകൊണ്ട് നോക്കിട്ടേ ഇല്ല. നീ തെറ്റിദ്ധരിച്ചതിന് ഞാനും. ലോകത്തിൽ എന്ത് വേണമെങ്കിലും പിടിച്ചു നിർത്താം, പക്ഷെ ഇത് മാത്രം പിടിച്ചു നിർത്താൻ ആരെ കൊണ്ടും പറ്റില്ലെന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ നീ ഇത് പിടിച്ചു നിർത്തിയാൽ നിനക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയും. ഒന്ന് പോടാ. സോറിടാ, ഞാൻ ചെറിയൊരു പെഗ് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ നീ അവോയ്ഡ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ നിനക്ക്? അറിയില്ല അല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ സാരമില്ല, പോട്ടെ. ഹിമാലയത്തിൽ പോയിട്ടുണ്ടോ നീ? ശിവൻ എന്തുകൊണ്ടാ നെറ്റിയിൽ കണ്ണുള്ളതെന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം. ഹായ് ബേബി. അവനെ കണ്ട നമ്മുടെ സുതിയപ്പല്ലുണ്ടല്ലേ? ഇനിയെല്ലാം മുന്നിൽ വന്നു പോകരുത്. പ്രിയങ്ക എങ്ങോട്ടാടാ ഇത്ര നേരത്തെ? ഓഫീസിലോട്ടാ. ഇന്ന് ഓഫീസ് ലീവല്ലേ? ഇല്ല, പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. MD വെയിറ്റ് ചെയ്യാം. അതിന് MD നാട്ടിൽ പോയിരിക്കല്ലേ? നിങ്ങളുടെ MDയും അദ്ദേഹം കൂടിയല്ലേ ആംബൂർ ബ്രാഞ്ച് ഓപ്പണിങ്ങിന് പോയിരിക്കുന്നത്? അതാരാ MD അല്ലാത്ത മറ്റേ ഒരാള്? അയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ആവശ്യമില്ലാത്ത കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തേക്കുന്നു. എടാ ഒന്ന് നിക്കടാ, പോകാതെ. ഹരി ഇപ്പൊ കാർ കൊണ്ട് പറയുന്നു കേക്കടാ പ്ലീസ്. കല്യാണക്കുറിയൊക്കെ നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മളല്ലേ കൊടുക്കണ്ടേ? നാളെ നീയും പുതിയ ബ്രാഞ്ച് ഓപ്പണിങ്ങിന് പോവില്ലേ? പോയി കഴിഞ്ഞാൽ തിരിച്ചെത്താൻ 3-4 ദിവസം എടുക്കും. ഇപ്പൊ പറഞ്ഞ കാര്യം സത്യ. എടാ കോല് പോലെ വളർന്നിട്ട് പിള്ളേര് കളി മാറിയിട്ടില്ല. എന്താ നിന്റെ കാര്യമെല്ലാം ശരിയായില്ലേ? എനിക്ക് ചെറിയൊരു പ്രശ്നം, അത് ഞാൻ ശരിയാക്കിട്ട് വരാം. ഒറ്റയ്ക്ക് പോയല്ലേ ചേച്ചി? ഹരി വരും. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് എങ്ങനെയെങ്കിലും പ്രിയങ്കയെ ഒന്ന് കറക്കിയെടുത്തേ പറ്റൂ. ഇന്നലെയല്ലേ ഇവർ വഴക്കിട്ട് വിരിഞ്ഞത്. ഇവരെന്താ അവിടെ ചെയ്യുന്നത്? സൂപ്പർ സൂപ്പർ, കമോൺ ഫാസ്റ്റ് ഫാസ്റ്റ്, വേഗം വഴക്കിട്. വേഗം 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 വേഗം. യെസ്, സൂപ്പർ. അയ്യോ, എന്താ വീണ്ടും തിരിച്ചു പോന്നോ? അയ്യോ, കൈ പിടിച്ചു. ചിരിക്കുന്നുണ്ടല്ലോ. അയ്യോ, ഇത് ചേർന്ന് നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. വീണ്ടും അവരൊന്നിച്ചല്ലോ. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഓടക്കത്ത് പോയില്ല. എല്ലാം ഞാൻ കളയും. എന്റെ പോയി എവിടെ? ലെറ്ററും പോയോ? ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അത് പിന്നെ അയ്യോ, ആവശ്യമുള്ളതായിരുന്നു, കീറി കളഞ്ഞ. നീ ഇവിടെ നിന്ന് എന്താടാ ചെയ്യുന്നത്? അല്ല, ലെറ്റർ ലൈഫ് കീറി. അതേടാ, അവന്റെ കൂടെ കൂട്ടുകൂടി നടന്ന നിന്റെ ജീവിതം കോഞ്ഞാട്ടായേ തീരത്തുള്ളൂ. രണ്ടും കൂട്ടുകൂടി നടന്ന് നശിച്ച് നാറാണക്കല്ലെടുക്കും. എന്താടാ, അവളെ പ്രേമിക്കാനായിട്ട് ഇറങ്ങിയതാണോ? അതെ അതെ, ഇന്നലെ രണ്ടും കൂടി വഴക്കിട്ട് പിരിഞ്ഞതല്ലേ.
അവള് നിന്റെ മുഖത്ത് നോക്കത്തില്ലെന്നും ഇനി എന്റെ ജീവിതത്തിൽ നീ ആവശ്യമില്ലെന്ന് പറഞ്ഞതല്ലേ? അവളല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലല്ലോ. അളിയ, പ്രേമത്തിൽ ഇതൊക്കെ സാധാരണമാണ്. ഞാനല്ലേ ആദ്യം പ്രിയങ്കയെ സ്നേഹിക്കുന്നവരെ നിന്നോട് പറഞ്ഞു. എനിക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീയാണല്ലോ റെഡിയാക്കിയത്. അതൊക്കെ പോട്ടടാ, വേറൊരു പെണ്ണിനെ ഞാൻ റെഡിയാക്കി. അതെനിക്ക് എങ്ങനെ കിട്ടാനാടാ, നീ ഉള്ളിടത്തോളം കാലം. എന്താ അളിയ, ബാംഗ്ലൂരിൽ നിന്ന് മോഡൽസ് വരും പറഞ്ഞിട്ട് ഇതാണ് മോഡൽസ്? സത്യമായിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? അയ്യോ, ഒന്നിനും കൊള്ളില്ല. ദൈവമേ, ആ പെമ്പിള്ളേര് രക്ഷപ്പെട്ടു. എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. എടാ, ശരിക്കും കൊള്ളത്തില്ലടാ. ഓ, അത് വിട്ടേക്ക്. നാളെ വരദരാജൻ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി നം ടിവിന്ന് ഒരു ടീം വരുന്നുണ്ട്. അവർക്ക് റൂം ശരിയാക്കി. നിക്ക്, എല്ലാ ജോലി എന്നെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? മാനേജറിയാ? അത് ഇപ്പോഴല്ലേ എന്റെ ചേച്ചിയുടെ ഐശ്വര്യം, അതുകൊണ്ടാണ് നിങ്ങൾ മാനേജർ ആയത്. അത് മറക്കണ്ട. കുഞ്ഞളിയോ, എന്തും ചേച്ചിയുടെ ഭാഗ്യം എന്ന് പറയാൻ ഒരു ഉളുപ്പില്ലേ? ഞാൻ നോക്കിക്കോളാം. കൈയെടുക്കടാ, കൈയെടുക്കാൻ. എനിക്ക് നിന്നോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? നിനക്ക് പെണ്ണുങ്ങളെ കണ്ട ഉടനെ എങ്ങനെ പ്രേമം തോന്നും? അളിയ പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്കുന്നേ. ഇതിനെങ്കിലും ഞാനൊന്ന് സ്വന്തമാക്കട്ടെ. എടാ, നിന്റെ കാര്യത്തിൽ നിന്നെക്കാൾ ശ്രദ്ധയുള്ള എനിക്കാടാ. വേറെ നല്ലൊരു പെണ്ണിനെ നോക്കാളിയാ. എനിക്കിഷ്ടമായല്ലോ അളിയ, ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മനസ്സിലാക്കളിയോ ഒന്ന് പ്ലീസ്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എന്റെ കഷ്ടകാലം. മൂന്നിൽ ഏത് പെണ്ണാ? മൂന്നും. അവൻ എപ്പടി പാത്തിട്ട് இருக்கான் பாரு. എല്ലും കഷ്ടത്തെ നായ നോക്കുന്ന പോലെ നോക്കാതടാ. ഇവൾമാരെയൊക്കെ ഇങ്ങനെ നോക്കിയാൽ കൂടുതൽ അഹങ്കാരം കാണിക്കും. മര്യാദയ്ക്ക് നോക്ക്. അത്ര മര്യാദ വേണ്ട, കുറച്ച് മതി. കുറയ്ക്കടാ. ശരി, നോക്കിയത് മതി. ഇനി കുറച്ചേരം ശ്രദ്ധിക്കാതിരിക്കും. പിന്നെ എങ്ങനെ റെഡിയാവും? പറയുന്ന ചെയ്യടാ. സുന്ദരി അല്ലെന്നുള്ള വിചാരം അവൾമാർക്ക് വന്നാലേ എല്ലാം ശരിയാകും. എന്താന്ന് വെച്ചാ നീയും അങ്ങനെ. ശരി, നീ അവളെ നോക്ക്. അവള് നിന്നെ നോക്കുമ്പോ നീ മറ്റുള്ളവരെ നോക്ക്. ഇപ്പൊ സാരി ശരിയാക്കാനെന്നുള്ള ഭാവത്തിൽ നിന്നെ നോക്കും. അളിയാ, അതെ. നോക്കണ്ട. എവരിതിങ് ഓക്കേ? അളിയാ, നാളത്തേക്ക് വേണ്ട പൊന്നാട, ബൊക്കെ, ബാൻഡ് അതെല്ലാം പറഞ്ഞായിരുന്നോ? ആ, ചെയ്തല്ലോ. വെള്ളൂരിൽ നിന്ന് ട്രാക്ടർ വരുന്നെന്ന് പറഞ്ഞു, അത് ഫോളോ ചെയ്തായിരുന്നു? എന്ത് ട്രാക്ടർ വരുന്നെന്നോ? എന്താ ഇതൊരു ഉത്തരവാദിത്തം ഇല്ലാതിരിക്കുന്നേ? എല്ലാം ഞാൻ തന്നെ നോക്കണം. നാളെ മുഹൂർത്തം എപ്പോഴാ? 9-നും 10-നും ഇടയ്ക്ക്. ശരി, ഞാൻ തന്നെ എല്ലാം നോക്കാം. ഇവൻ എന്തായി പറയുന്നത്? എക്സ്ക്യൂസ് മീ, ഐ വിൽ ബി ബാക്ക്. I'll be back in a minute. Okay. എടാ, ദേ അവള് ദേഷ്യപ്പെട്ടു പോകുന്നു. അതൊന്നും അല്ലടാ, അവള് ബാത്റൂമിൽ പോയി ഫേസ് ഒക്കെ വാഷ് ചെയ്ത് മേക്കപ്പ് ഇട്ടിട്ട് ഇവിടേക്ക് തന്നെ വരും. കണ്ടോ? എങ്ങനെടാ ഇത്? നന്നായി ശ്രദ്ധിച്ചാലും നാം ആരാണെന്ന് താങ്കൾ അറിയുന്നില്ലയോ? അയ്യോ, അവളെന്നെ അടുത്തോട്ടാ വരുന്നത്. എന്റെ ജോലി തീർന്നു. വിവാഹാശംസകൾ. അടിച്ചു പൊളിക്കേ. Hey, nice shirt. അവൾ എന്റെ റേഞ്ച് അല്ല, അവള് നിനക്ക് തന്നെ ഉള്ളതാ. എന്തിനാണ് വെറുതെ പേടിക്കുന്നേ? അല്ല, ആ ട്രാക്ടറൊക്കെ വരുമല്ലോ അല്ലേ? അതെ. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. Especially for herbal. You know that? നിങ്ങളുടെ ആരുടെയെങ്കിലും നമ്പർ സുധി വാങ്ങിച്ചായിരുന്നോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പറ, ഞാൻ തെറ്റിദ്ധരിക്കൊന്നുമില്ല. സമയമില്ല, ഒന്ന് പെട്ടെന്ന് പറയൂ. അതെ. ഫോൺ തരൂ. എടാ, ഒന്ന് വേഗം വാ. അയ്യോ അളിയാ, വേഗം വാ, സമയമായി. ഭക്ഷണം പ്രശ്നം ഉണ്ടാക്കി. എന്തോടെ എത്ര നേരം ബാത്റൂമിൽ? എടാ, ഞങ്ങളൊന്നും നിന്നെ പോലല്ല. ടോയ്ലറ്റിൽ പോകാൻ മാത്രം ഉപയോഗിക്കൂ. ആ, നീയോ സംസാരിക്കില്ല. ലോകം മുഴുവൻ ഗേൾ ഫ്രണ്ടിനെ വെച്ചാ ഞാനും അങ്ങനെ തന്നെ ബാത്റൂമിൽ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആരെ S1? എടാ, അളിയനാടാ അത്. അളിയനെ എന്തിനാ നീ S1 ഇട്ടിരിക്കുന്നത്? വലിയ ബ്രില്യന്റാ. 3 പ്രാവശ്യം വിളിച്ച് ഞാൻ എടുത്തില്ല. ഇന്നലെ വന്നില്ലടാ 3 പെണ്ണുങ്ങള്. അതിലൊരു പെണ്ണിന്റെ നമ്പറാ. S1 ശ്രീദേവി അല്ലേ? അതേടാ, നിനക്ക് വേണ്ടിയാ വാങ്ങിയത്. തരാൻ മറന്നു പോയതാ. വാടാ പോകാം. എത്ര എണ്ണം പോയി, ഇതും പോയി. എന്താണ് നിന്റെ ഉദ്ദേശം? ഓൺ ദ വേയിലാണ്. വളരെ ട്രാഫിക് ആണ് ഇവിടെ. 10 മിനിറ്റ്. വരദരാജൻ സാർ വരാനുള്ള സമയമായി, ഒന്ന് പെട്ടെന്ന് വാ. ഇവൻ കാരണം ലേറ്റ് ആയത്. ഞാനിപ്പോ വരാം. വേഗം വാ. അവൻ ഇപ്പോഴാ നിന്റെ അടുത്ത് നമ്പർ വാങ്ങിയത്. താങ്ക് യു. അപ്പോ നീ ശ്രീദേവി കറക്കി എടുത്തല്ലേ? എന്തിനാ ഇങ്ങനെ നോക്കുന്ന? അല്ല,
നിങ്ങൾ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര സൗന്ദര്യമില്ല. നിങ്ങള് ബാംഗ്ലൂരല്ലേ? അല്ലല്ലോ, എന്താ? ഞാൻ ചങ്ങനാശ്ശേരിയാ. അല്ല, സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ പൊതുവെ ബാംഗ്ലൂരാണല്ലോ. ഐശ്വര്യ റായ്, അനുഷ്ക ശർമ്മ, അതാ ചോദിച്ചേ. ഓക്കെ. ഞാൻ ചെന്നൈ. ഞാൻ കോയമ്പത്തൂർ. ഓ, കണ്ടാ തനി മലയാളി പോലെയാ തോന്നുന്നേ. ഒരു കോഫി കുടിച്ചാലോ? ലഞ്ച് ടൈമിൽ കോഫി കുടിക്കണെന്നാ? ഇവിടെ അല്ല, നാട്ടില്. യാ ഷുവർ. ബൈ സന്ധ്യ. അതെ, എന്റെ പേര് സന്ധ്യ എന്നല്ല. ഓ സോറി. ஸ்ரீதேவி. சாந்தி. ശ്വേത. உங்க மொபைல் நம்பர் சொல்ல முடியுமா? உங்களுக்கு தமிழ் நல்லா தெரியுமா? கொஞ்சம் கொஞ்சம் தெரியும். ഓ ആ 450 9677 11 ബൈ. ആ പെണ്ണ് ശരിയല്ല അളിയാ. ഹായ്. എടി, അവൻ നമ്മളെ തന്നെയാടി നോക്കുന്നേ. നമ്മുടെ പുറകെ ഫോളോ ചെയ്യുക. എടാ എന്നാടാ ഇത്? ആ പെണ്ണ് ശരിയല്ലടാ. എടാ കണ്ണാ. അവള് ശരിയല്ലടാ അളിയാ. ഓക്കെ സുധി, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. എന്താടാ അളിയാ, അവള് ശരിയില്ലെന്നല്ലേ നീ പറയാൻ വരുന്നത്? ഇനി ഒരു പെണ്ണിന്റെ കാര്യത്തിൽ അഡ്വൈസ് ചോദിക്കാൻ നിന്റെ അടുത്ത് ഞാൻ വരില്ല. എടാ ദേഷ്യപ്പെടാതടാ, നമ്മുടെ കയ്യിൽ എന്താടാ ഉള്ളത്? അളിയ, ഇത് കേട്ടോടാ, സിറ്റുവേഷൻ സോങ് ആടാ. എങ്ങനെയാടാ നീ ഇതിനെല്ലാം വളച്ചെടുക്കുന്നത്? എടാ എവിടെ പോയി കിടക്കായിരുന്നടാ? സമയം എത്രയെന്ന് തിരക്കിയോ? വന്നപ്പോ തൊട്ട് നിന്നെ ചോദിക്കാൻ തുടങ്ങിയതാ. എവിടെയുള്ളത്? അകത്ത് ഇന്റർവ്യൂ നടന്നോണ്ടിരിക്കുക. എന്ത് ഇന്റർവ്യൂ? നം ടി വി ടീമിന്റെ. ഓ, അതാണോ കാര്യം? നമസ്കാരം, എന്റെ പേര് ചന്ദ്രശേഖരൻ എന്നാണ്. ഞാൻ ഈ കമ്പനിയുടെ MD. എന്റെ വീട്ടിലുള്ളവരും ഫ്രണ്ട്സും എന്നെ ചന്ദ്രു എന്നാണ് വിളിക്കുന്നത്. എല്ലാം കൂടി എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറയാമോ? കേരളം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 15 ബ്രാഞ്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട്. 15 branches. ഞാനിവിടെ ഉള്ള കാര്യം അറിയില്ല അവൾക്ക്. അല്ല സർ, നിങ്ങളുടെ കമ്പനി ഇത്ര വിജയകരമാകാൻ കാരണം എന്താണെന്ന് പറയാമോ? ഒരു മിനിറ്റ്. സുന്ദർ, ഞാൻ വരാം സാറേ. സ്റ്റാഫ് മെമ്പേഴ്സ് നമുക്കിതിനെ കുറിച്ച് ചോദിക്കാം. ഹലോ, ഐ ആം സുധി. ഞങ്ങളുടെ കമ്പനിയുടെ സക്സസിന് കാരണം ഞങ്ങളുടെ വർക്കേഴ്സ് ആണ്. താങ്ക് യു. വേറെന്താന്ന് വെച്ചാല് വിശ്വാസമാണെന്ന് എല്ലാം. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാൻ നിങ്ങളെ വിശ്വസിക്കണം. അതായത് പ്രേമിക്കണമെന്നേ, നമ്മുടെ ജോലിയെ പ്രേമിക്കണമെന്ന്. സ്നേഹത്തോടെ എന്ത് കാര്യം ചെയ്താലും അത് സക്സസ് ആവും. ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മിസ്റ്റർ വരദരാജൻ ഇവിടെ എത്തുന്നതാണ്. അടുത്ത കൂടിക്കാഴ്ച അദ്ദേഹത്തിനോടൊപ്പം. ചീഫ് ഗസ്റ്റ് വന്ന ഉടൻ തന്നെ എല്ലാ ക്യാമറയും അദ്ദേഹത്തിന് നേരെ ഫോക്കസ് ചെയ്യണം. ശരി. അങ്ങോട്ട് എന്തിനാ നോക്കുന്നത്? ഗോപി, സോറി, ഫോക്കസ്. പോലീസാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ അത്രയും പോലും പൊക്കമില്ല. Hey Chandru, hey, you are made it really grand. Oh, so nice of you. ഇത് വിജയകൃഷ്ണൻ, വരദരാജന്റെ മരുമകനാ. ബിനാമി എന്നും പറയാം. വരദരാജന്റെ സ്ഥാനത്ത് വരണമെന്ന് ഇദ്ദേഹത്തിനുണ്ട് ആഗ്രഹം. ഹലോ, വെൽക്കം വെൽക്കം. ഹായ്. ഇത്രയും വലിയ കട്ടൗട്ടൊക്കെ എന്തിനാണോ? വിജയകൃഷ്ണ, മീറ്റ് ചന്ദ്രു. വന്നട്ടെ. വരൂ. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാരെയും വേഗം ഒന്ന് കവർ ചെയ്യും. വാ പോകാം. ഓ, താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ സ്മാൾ ഗെറ്റ് ടുഗദർ താങ്കൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഇറ്റ്സ് എ സ്മോൾ കോഫി ബ്രേക്ക്. ഹരി മാഡം, ക്യാമറ ഒന്ന് കൊണ്ടുവാ, വേഗം സെറ്റ് ചെയ്യൂ. ശരി മാഡം. കണ്ണു മുന്നിൽ നിൽക്കല്ലേ. എടോ, ഇന്റർവ്യൂ ചെയ്യുന്നത് നല്ല ആള് തന്നെയല്ലേ? അതെ സാർ. പ്രിയങ്ക, 1 minute please. വരുന്നു. അതെ മോളെ, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അതേ ഓർഡറിൽ തന്നെയല്ലേ ചോദിക്കാൻ പോകുന്നത്? അതെ സർ. മാറ്റല്ലേ, ഐ വിൽ ഗെറ്റ് കൺഫ്യൂസ്. ഓ ഇല്ല സർ. എടാ, ഈ പേപ്പർ വേണോ? ഒന്ന് എടുത്തിട്ട് പോ.
ഞാൻ പോകുന്നതിന് മുമ്പ് അതെല്ലാം ഇങ്ങ് തന്നേക്കണം, നോക്കാൻ വേണ്ടിയാ. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം സർ. 1 hourല് തീരുമല്ലോ. ഓ, ഞാൻ ആ പേപ്പേഴ്സ് ഒക്കെ ഇവിടെയാണല്ലോ വെച്ചിരുന്നത്. പേപ്പർ എവിടെ? ഹിന്ദു ആണോ മനോരമയോ? പോട്ടോ. അയ്യോ എവിടാന്ന് കാണുന്നില്ലല്ലോ. എന്താ ഒരു വെപ്രാളം? എല്ലാം കഴിച്ചോ? മോനെ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. എന്നെ എന്തിനാ ടയറിന്റെ അടി നോക്കുന്നേ? നീ ആദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്. എന്താ ഇന്നലെ അടിച്ച് തെളിഞ്ഞില്ല ഇതുവരെ? ഏത് ക്വസ്റ്റ്യൻ പേപ്പറാ? എടാ അത് ഭരതരാജന് വേണ്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ. അത് കിട്ടിയില്ല അവളുടെ ജോലി പോകും കേട്ടോ. നീ എടുത്തേ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അവിടെ നിന്നോണ്ടിരിക്കും ആ ടേബിളിന് മേലുണ്ടായിരുന്ന പേപ്പർ നീ കണ്ടല്ലേ? എന്താ ഈ പറയുന്നത്? ഈ പേപ്പർ വേണോ? ഒന്ന് എടുത്തിട്ട് പോ. അയ്യോ എന്റെ ദൈവം എന്തൊരു അഭിനയം നോക്കി. ചേട്ടോ കുറച്ച് എല്ലാവർക്കും വേണ്ട. എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുത്തേക്ക്. മക്കളെ വീണ്ടും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. സുധി എല്ലാം കൊടുത്തു തീർത്തു. നീ വേഗം അകത്തേക്ക് വാ. അയ്യോ പരസ്യം എവിടെ? ടേബിളിന്റെ മേളിലുണ്ടായിരുന്നു. നമുക്ക് തുടങ്ങാല്ലേ? സർ എഴുതി വെച്ച എന്തെങ്കിലും ഒന്ന് ചോദിക്കേ. എക്സ്ക്യൂസ് മീ സാർ, ഒരു മിനിറ്റ് സാർ. വാട്സാപ്പിന് അല്ല സാറേ, എപ്പോഴും ടി വിക്കാരല്ലേ ചോദ്യം ചോദിക്കുന്നത്. ഒരു ചേഞ്ചിന് ഞങ്ങളെ പോലെ പബ്ലിക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നന്നായിരിക്കും. എന്താ വേണ്ടത്? സ്റ്റാഫാ സാർ. അത് ഞങ്ങൾക്ക് അറിയാം. ആദ്യം ഇന്റർവ്യൂ നടക്കട്ടെ. ഇപ്പൊ നീ അല്ല സാർ, സാറിന്റെ അടുത്ത് പോകാനല്ലേ പറഞ്ഞേ? സാർ സോറി സാർ, ഇവനിങ്ങനെ തമാശക്ക് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇല്ല അളിയ, പുറത്തെല്ലാം സാറിനെ കുറിച്ച് തെറ്റായിട്ട് പറയുന്നു. ക്വസ്റ്റ്യൻ എല്ലാം പ്ലാൻ ചെയ്താ ചോദിക്കുന്നതെന്നും പറഞ്ഞു. സാറിനെ റോൾ മോഡലായിട്ട് വിചാരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് വിഷമാവും സാറേ. റോൾ മോഡൽ, ദാറ്റ്സ് നൈസ് ടു ഹിയർ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം? 1959 പാലക്കാട്ടെ സാധാരണ കർഷകനായ രാമമൂർത്തിക്കും ലക്ഷ്മിയമ്മയ്ക്കും ജനിച്ച മകനാണ്. സാറിന്റെ മുത്തച്ഛന്റെ പേര് തന്നെയാണ് സാറിന് വിട്ടേക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ്. പ്രിയങ്ക, വിൽ യു പ്ലീസ് എക്സ്ക്യൂസ്? പോയിക്കോ, ഒന്നും അറിയാതെ വന്നേക്കുന്നു. ക്യാമറ ഓൺ. കൈ തന്നെ തന്നേക്ക്. ജനങ്ങളോട്